ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് ചേട്ടനെ ടാഗ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ ചേട്ടനെക്കാട്ടി ഇളയാ. എനിക്ക് 10-25 വയസ്സേ. ആ നമ്മള് ചേട്ടനിപ്പം ചേട്ടന്റെ ഫാൻസ് ഗ്രൂപ്പിൽ തന്നെ എല്ലാം 10, 20, 22, 23, 25 വയസ്സിനകത്തുള്ള പിള്ളേരാ ഫുള്ള്. അതാ ചേട്ടന്റെ ഫാൻസിനകത്തുള്ള എല്ലാ പിള്ളേരും സെറ്റ്. കാരണം ചേട്ടന്റെ ആ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്ദിയുണ്ട് കേട്ടോ. ഇത്രയും കേരള ജനത എന്തറിയോ എന്നെ കാലുവാരി കളഞ്ഞ് എന്തറിയോ. അപ്പൊ ഇത്രയും ജനത കേരളത്തിലുള്ള ഇത്രയും പേര് എന്റെ കൂടെ ഉണ്ടെന്ന് ചേട്ടനത് തുറന്ന് പറയാൻ മനസ്സ് കാണിച്ചില്ലേ? അതാണ് ചേട്ടാ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ആർക്കും അങ്ങനെ ഒന്നും പെട്ടെന്ന് ഒരു ഇതിലായിട്ട് അങ്ങനെ ഇടാൻ പറ്റുന്നില്ലല്ലോ. അതിനകത്താണ് ചേട്ടാ കേറി ഹിറ്റായത് കേട്ടോ. അതിനകത്താണ് ചേട്ടാ തുറന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റ് ഇടാൻ കണ്ടത്. പക്ഷേ ചേട്ടാ പോസ്റ്റ് എഡിറ്റ് ചെയ്യരുതായിരുന്നു. ആ പോസ്റ്റ് കളയരുതായിരുന്നു, അങ്ങനെ തന്നെ ഇടണമായിരുന്നു. അല്ല ചിലപ്പോ അതിനകത്ത് അത് ശരിയാ. അല്ല അത് മാത്രമല്ല, ചിലപ്പോ ആ പോസ്റ്റ് തെറിയാണ്ട് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താലും റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിന് പണി കിട്ടും. ആണോ? പറഞ്ഞു എന്റെ വിഷമം കണ്ട അവൻ അങ്ങനെ ഇട്ടെന്ന് പറഞ്ഞു. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ആ വിഷമം കൊണ്ട് അവന് പോസ്റ്റിട്ടത് വേറെ കാര്യമൊന്നുമില്ല. അത് കേസൊന്നും എടുക്കത്തില്ല. എന്തറിയോ, അവൻ ആ വിഷമം കൊണ്ട് ഏതാ അവൻ അത്രയും കൂടെ ഇത്രയും നടന്നിട്ട് എന്തറിയോ കാല് വാരിയപ്പോഴേ. അതാണ്. പക്ഷേ ചേട്ടനിപ്പം വിളിച്ചവരൊക്കെ പറയുന്നു, ഇപ്പം ഗ്രൂപ്പിനകത്തൊക്കെ ചേട്ടനെ വിളിച്ചതിന്റെ കുറെ സ്ക്രീൻഷോട്ടൊക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ട്. എല്ലാവരും പറയുന്നു ചേട്ടൻ ഇങ്ങനെ ഒരു പാമ്പ് പിടിച്ചൊരു മനുഷ്യനാണല്ലോ തോറ്റു പോയതെന്ന്. ചേട്ടനായിട്ട് സംസാരിച്ചു. എനിക്ക് പട്ടിയുണ്ട്, പശുവുണ്ട്, കോഴിയുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനെ നടക്കുന്നവനാണ്. എടുത്തിട്ട് ചേട്ടന്റെ കുറെ വീഡിയോസ് ഒക്കെ വന്നാലും ഇപ്പൊ ചേട്ടൻ ഒരു പാട്ട് പാടുന്ന വീഡിയോ കല്യാണ സ്ഥലത്താണോ അത്? കല്യാണ സ്ഥലത്തും പിന്നെ കുറെ കോഴി ഇതൊക്കെ പിടിച്ച് ആണല്ലേ? എന്നാ ഒരു പാട്ട് പാടാമോ? ഒരെണ്ണം നൈസ് ഒരെണ്ണം. പാലും നല്ല നടപ്പാലും അച്ഛന്റെ കൈയും പിടിച്ചു നടക്കണ നേരം ആയോരു കാലത്തിൻ ഭൂമിയിലിരുന്നു ഒന്നോ എന്നൊരു വിളിയും കേട്ട് ഒന്നോ എന്നൊരു വിളിയും കേട്ട്. മതിയോ ചേട്ടാ? അടിപൊളി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. തമാശ അല്ല, അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി.